സങ്കടം വന്ന് സഹിക്കാൻ പറ്റില്ല. കണ്ട് കുറെ നേരം നിന്നപ്പോ എപ്പോഴും നടത്തണ പോലെയല്ല ഇപ്രാവശ്യത്തെ ക്ലിപ്പിന് ഓണപ്പരിപാടി അടിപൊളിയാക്കണം. ഉച്ചക്കുള്ള സദ്യക്ക് ചോറ് സാമ്പാറും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്റെ വീട്ടിലും എന്റെ തറവാട്ടിലും ഏൽപ്പിച്ചത്. അപ്പൊ ഞങ്ങളുടെ ക്ലബിലെ കൂട്ടുകാരുടെ എല്ലാ വീട്ടുകാരും എന്ത് സഹായം എന്നാലും ക്ലബിന് ചെയ്തു കൊടുക്കും. കൂട്ടുകാരത്തിനോടുള്ള സ്നേഹം ഉണ്ട്, ഇതാരും കാണാണ്ട് പോകരുത്. ഞാൻ വിചാരിച്ചത് പോലെ ആ പോട്ടർ ശൈലൂന്ന് സാമ്പാർ ഏറ്റിക്കൊണ്ടുപോയി, ഫോർച്യൂണർ കൊണ്ട് ഇറക്കി കയറ്റിക്കൊണ്ടുപോയി. ഇവിടെ എല്ലാവരും കയറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ബോഡി ഷോ. ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടാണ്. എല്ലാരും അങ്ങോട്ട് പോയി. അപ്പൊ ഞാനൊന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി അങ്ങോട്ട് പോട്ടെ. നടത്തം കണ്ടാലും മതി, ആരം കണ്ടക്കത്തെല്ലാം പോണ പോലെ. മാവേലി ഇവിടെ വന്നിട്ട് തിരിയാൻ പറ്റിയിട്ടില്ല എന്നുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കലാണ്. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും? ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയാറ്. ഇവിടെ ഫസ്റ്റ് റോയിൽ തന്നെ കയറി ഇപ്പുണ്ട്. ഇൻട്രോക്ക് വേണ്ടി പൊക്കി വെച്ചേക്കാണ്. ഉച്ചായപ്പോ സദ്യക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരും പിന്നെ അത്യാവശ്യം കുറെ പേരൊക്കെ ഒന്ന് ക്രൗഡായി. ഗെയിം കളിക്കാൻ വേണ്ടി ഫോം വേണമെന്ന് പറഞ്ഞ് ഇവിടെ വേറെ ബഹളം. മാവേലിക്ക് വിശക്കണെന്ന് പറഞ്ഞ് നടക്കണ്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആൾക്കാരെ എല്ലാം കൊണ്ട് മുഷാറായി അങ്ങോട്ട്. വെറുതെ ഒറ്റണത്തിനാളെ കാണാത്തത്. ഇവിടെ ഇരുന്ന് നല്ല ഗെയിം കളിയാണ്. ഇവനൊക്കെ ഇരുന്ന് ഗെയിം കളിക്കണ കണ്ടാലും മതി. രാത്രി പിന്നെ പറയണ്ടല്ല, സ്റ്റേജിൽ അടിച്ചുള്ളി പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കുറെ എണ്ണം. കഴിക്കാനാണോ അതെടുത്ത് വിളമ്പാനാണോ ആവും. സദ്യക്ക് വേണ്ടി പല കാര്യങ്ങളും അവരവരെ വീട്ടിൽ ചെയ്തുകൊണ്ട് വന്നിട്ടാണ് സദ്യ ഉഷാറാക്കിയെടുത്ത്. ഇവരൊക്കെ ഇനി മത്സരം കാണാൻ കാത്തിക്കണേണ്. ഇനി പായസത്തിന്റെ പരിചയം കൂടി കാണിക്കണം. ഇവിടെ മൂലയിൽ പായസം കൂച്ചി നിൽക്കണം. ഇനിയിപ്പോ ഓരോ മത്സരം തുടങ്ങാനായി അതിനുള്ള റെഡിയാക്കണം. പിള്ളേരാണെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുട്ടി നിൽക്കണം. ഈ കാത്തിരിപ്പിന് ഒരു സുഖം എന്ന് പറയണ പോലെ മാവേലി കാത്തുന്നിട്ടാണ് ചോറ് കിട്ടി. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ചോറുന്നിട്ടില്ല. അങ്ങനെ അച്ചാറ് കറികൾ ചോറ് സാമ്പാർ അങ്ങനെ സദ്യ നമ്മളൊരു പിടുത്തം പിടിച്ചു. അങ്ങനെ ആ സൈഡിൽ കുറച്ച് നേരം മത്സരം തുടങ്ങി. കുറെ പിള്ളേരുണ്ടായി മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ. മത്സരങ്ങൾ നോക്കി നടത്തേണ്ട മാവേലി ഇവിടെ ഇരുന്ന് നല്ല ഗെയിം കളിയാണ്. അടുത്ത മത്സരം വെള്ളം നിറക്കാനാണ്. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തണം. ഞാൻ ഫസ്റ്റ് കാന്ന് പറഞ്ഞു. ഇതിപ്പോ കയ്യില് കൊണ്ടുവരുന്ന വെള്ളം പകുതി പുറത്തേക്കാണ് പോണത്. പക്ഷെ ഇവന്റെ വേഗം വേഗം നിറയുണ്ട്, അവരുടെ പോലെയല്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഓരോരുത്തർ വന്ന് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞടുത്തത് കസാരോട്ടായി. ഒന്നാമത് സമയമില്ല മത്സരങ്ങൾ വേറെ നടത്താനായിട്ട്. ഇരുട്ടാവാനായി. ഇത് കഴിഞ്ഞിട്ട് വടം വലിയും കൂടി ഉണ്ട്. വടം വലി തുടങ്ങിയപ്പോ മങ്ങി തുടങ്ങി. പിന്നെ ആദ്യം പങ്കെടുത്ത പെണ്ണുങ്ങളാണ്. അവർക്ക് അവസരം കൊടുക്കണോല. ഇനിയിപ്പോ രാത്രിയായി. ഇനി ഇത് കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ ഇനി തുടങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വടം വലി കഴിഞ്ഞിട്ടില്ല. ഇനി അതും കൂടി നടത്തിയിട്ട് നിർത്തുള്ളൂ. ഇരുട്ടായി കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അവിടെ നിന്ന് വെട്ടടിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോ സ്റ്റേജിൽ ആദ്യത്തെ പരിപാടി തുടങ്ങി. ഇവരുടെ പരിപാടി അടിപൊളിയാണ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ മൂലയിലാണെങ്കിൽ എല്ലാരും കൂടി നല്ല ഡാൻസ് ആണ്. ഇനി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഇരുട്ടത്താണ് കളിക്കണത്. ഇപ്പൊ ഞങ്ങൾ ഓണപ്പരിപാടി നടത്തിയാൽ ഇവർ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ വരെ തീ വെച്ചിട്ടുള്ള ഇതില്ല. അതാണ് പറഞ്ഞത്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടായി. ചെറിയ പിള്ളേരുടെ ഡാൻസ് പരിപാടി ഇങ്ങനെ കണ്ടിരുന്നാൽ മാത്രം മതി. അതിന്റെ ഇടയിൽ കൂടെ ചായം കൊടുക്കണ്ടേ. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഇവരെ ഡാൻസ് അത് ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഇവരെ സ്റ്റെപ്പും ഡാൻസും ഒക്കെ കാണുന്നത് രസമാണ്. പിന്നെ വേറൊരു കാര്യം എന്റെ ഇത്താടെ കൂട്ടുകാരത്തിയും കൂടിയാണ്. കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഡാൻസും കൂടി ഉണ്ട്. ഓണപ്പരിപാടി ഉഷാറായി. അപ്പൊ ശരിട്ടാ, ബൈ. കൂട്ടുകാരെ പോണേന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ, മറക്കരുതിട്ടാ.